മക്കളെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ അതിനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ കിട്ടും. എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കൊണ്ടാട്ടോ ഡിവൈഡ് ചെയ്യേണ്ടത്. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എല്ലാം സെയിം ആയിരിക്കും പഠിച്ചത്. പണ്ട് എവിടെയോ കേട്ടുപരിചയമുണ്ട്. ഇത് നമ്മൾ പണ്ട് ടേം ആണോ ടേം അല്ലേ നോക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കല്ലേ? യെസ്, കമ്മിങ് ബാക്ക്. ഇതിപ്പോ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് 1, 6, 11, 16 എക്സെട്ര എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്രയാണ് കൂട്ടിപ്പോയത്? 1നോട് നമ്മൾ എത്ര കൂട്ടിയാൽ 6 വരുന്നത്? 5 അല്ലേ? സോ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി എന്ന് പറയുന്നത് ആരാണ്? 5 ആണ്. എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? യെസ്, മൂവിങ് ടു ദ ബി ക്വസ്റ്റ്യൻ. എന്താണടാ ഈ നമ്മുടെ ഈ ഒരു സീക്വൻസ് 1, 6, 11, 1, 6, 11 എക്സെട്ര എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന ചോദിച്ചത്? യെസ്, ഞാൻ ഇവിടെ നമ്മുടെ 6നെ എടുക്കുന്നു. 6നെ നമ്മുടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6ൽ എത്ര 5 ഉണ്ടടാ? 6ൽ എത്ര 5 ഉണ്ട്? 1 ടൈംസ് ആണ് 5. ബാക്കി റിമൈൻഡർ കിട്ടിയത് 1 ആണ്. സോ റിമൈൻഡർ ഈസ് 1. സബ് ക്വസ്റ്റ്യൻ ബിയും കഴിഞ്ഞു. സബ് ക്വസ്റ്റ്യൻ സി ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഇത് വേറെ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ 1, 2, 3, 4 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 5 5, 2 × 5 10, 3 × 5 15 എക്സെട്ര എക്സെട്ര എന്നല്ലേ? ഇതിൽ നിന്നും 4 ഇങ്ങനെ കുറച്ച് എഴുതി നോക്കി. 5ൽ നിന്നും ഞാൻ 4 കുറച്ചു. 5ൽ നിന്നും 4 കുറച്ചാൽ 1, 10ൽ നിന്നും 4 കുറച്ചാൽ 6, 15ൽ നിന്നും 4 കുറച്ചാൽ എന്താണ്? 11 ആണ്. എക്സെട്ര എക്സെട്ര. ഇതല്ലേ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 5ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് 5ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് അതില്ലെങ്കിൽ മൾട്ടിപ്പിൾസിനെ അതിൽ നിന്നും 4 എന്താക്കിയാൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി എന്ന് എഴുതിക്കൂടെ? അപ്പൊ വേർഡ്സിൽ എഴുതി. ഇനി ഇതിന്റെ 9th ടേമിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 9 വരൂലേ? 9th ടേം എന്ന് പറയുമ്പോൾ 9 × 5 9 × 5 ചെയ്താൽ പോരെ? 9 × 5 എത്രയാ? 45. 45 ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, അതിൽ നിന്ന് 4 കുറയ്ക്കണം. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 41 എന്ന ആൻസർ കിട്ടും. സോ 9th ടേം നമുക്ക് കിട്ടി. 9th ടേം ആരാണ്? 9th ടേം എന്ന് പറയുന്നത് 41 ആണെന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സം ഓഫ് ഫസ്റ്റ് 17 ടേംസ്, 17 ടേമിന്റെ സം കണ്ടുപിടിക്കണം. എടാ, മിഡിൽ ടേം ആണ് 9th ടേം എന്ന് പറയുന്നത്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ പോരെ? മിഡിൽ ടേം എന്ന് പറയുന്നത് 41 അല്ലേ? ഇൻറ്റു 17 ചെയ്താൽ മതി അല്ലേ? നോക്കിയേ, 41 × 17 എത്രയാണ് ആൻസർ? പറഞ്ഞേ 697. ആൻസർ കിട്ടിയോ?